ഫോറസ്റ്റുകാരെന്ത് പറയാനാ, അവരെ കണി കാണുന്നുണ്ടെന്ന് നോക്കണം. രാത്രി ഈ ആനയുള്ളപ്പോ മാത്രം ആന ഇറങ്ങിയെന്ന് പറഞ്ഞുകൊണ്ട് റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കെ പാറ്റത്. നമ്മൾ ജീവിക്കുന്ന നമ്മളെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് എല്ലാവരും. സർക്കാർ ജോലിക്കായാലും എന്തായാലും ശരി. പക്ഷെ ഇവര് നോട്ടല്ല വരും. പക്ഷെ ഇവരെന്താ, ഇവർക്ക് ശമ്പളം കിട്ടിയാൽ മതി. മന്ത്രിക്ക് അവിടെ ഇരുന്നാ മതി, ഇല്ലേ? മന്ത്രിക്ക് അവിടെ ഇരുന്നാ മതി, ഇവർക്ക് ശമ്പളം കിട്ടിയാൽ മതി. നമ്മളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പിന്നെ കൃഷി ഉണ്ടാക്കുന്നത്. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് കണ്ണൂർ ജില്ലയിലെ ആർളം ഫാമിലെ 11ാം ബ്ലോക്കിലാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് 11ാം ബ്ലോക്കിലും അതുപോലെ തന്നെ 13ാം ബ്ലോക്കിലൊക്കെ കാട്ടാന ഇറങ്ങി അതിരൂക്ഷമായ ശല്യമാണ് ഇവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി കാർഷിക വിളകളും തെങ്ങും കാര്യങ്ങളും ഒക്കെ നശിപ്പിക്കുന്നുണ്ട്. കുറച്ച് നാളുകൾക്ക് മുന്നേ ആർളം ഫാമിൽ നിന്ന് 70-75 ആനകളെ തുരത്തുന്ന ഒരു രംഗം നമ്മളെല്ലാവരും കണ്ടിരുന്നു. ആ രംഗം ഞാനിപ്പോൾ കാണിച്ചുതരാം. ഇപ്പം നിങ്ങൾ കണ്ടല്ലോ, ഇതേപോലെ ഈ ആനകളെ തുരത്തുന്ന ഒരു പരിപാടിയൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് ഇത്രത്തോളം ആനകൾ ഈ ഒരു ആർളം ഫാം ഏരിയയിലുണ്ട്. ഇത് വലിയൊരു ഏരിയ ആണ്. അപ്പോൾ ഇത്രയും ആനകളെ ഇതിൻ്റെ അന്ന് തുരത്തി എന്ന് പറഞ്ഞ് വലിയ വാർത്തയായ ഒരു കാര്യമാണ്. എല്ലാ മാധ്യമങ്ങളിലും അത് വലിയ വാർത്തയായിരുന്നു. അപ്പോൾ നമ്മൾ അന്ന് വിചാരിച്ചു വർഷങ്ങളായിട്ടുള്ള ആർളം ഫാമിലെ ആ ഒരു ദുരിതത്തിന് അറുതി വന്നല്ലോ എന്ന് വിചാരിച്ചു. പക്ഷേ ഒരു ആഴ്ച പോലും അതിൻ്റെ അകത്ത് ഒരു ശമനം ഉണ്ടായിട്ടില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെയും അതിൻ്റെ ഇരട്ടിയായിട്ട് വീണ്ടും തുടങ്ങി. ആനകളെയൊക്കെ ഓടിക്കുന്ന ആനയൊക്കെ ഇതിലേ പോയാൽ അപ്പുറത്തെ വഴി കൂടെ വേറെ വഴി കൂടെ കയറി വരിക. ഇതാണ് സംഭവം. ആനമതിലിൻ്റെ പരിപാടിയും അതിൻ്റെ ഇതൊക്കെ നടക്കുന്നേ ഉള്ളൂ. അതിൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നേ ഉള്ളൂ. അതൊക്കെ തീരുമ്പോഴത്തേക്ക് ഏകദേശം ഈ ആർളം ഫാം മൊത്തത്തിൽ തീരുമാനമാവും. അപ്പോൾ അതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം. അപ്പോൾ നമ്മളിനി കാണാൻ പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിൽ ആന ഇറങ്ങി നശിപ്പിച്ച ആ പ്രദേശം, അതുപോലെ തന്നെ ഈ പ്രദേശവാസികളോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. പേരെങ്ങനെയാ? എന്റെ പേര് ശാരദ. ശാരദ, ഇത് എല്ലാ ദിവസവും എങ്ങനെ ആനശല്യം ഇവിടെ ഭയങ്കരമാണോ ചേച്ചി? പിന്നെ ആനശല്യം ഭയങ്കര തന്നെ ആണല്ലേ? എപ്പം വരും ആ പറമ്പിലെല്ലാം ഉള്ളതല്ലേ. ഇത് ആർളം ഫാം അല്ലേ? ആർളം ഫാമിൽ എത്ര ബ്ലോക്ക് ഏതാ? ബ്ലോക്ക് ഇത് 11 പറഞ്ഞില്ലേ? 11? 13 അല്ലേ? 13 അല്ല, 11 അല്ലേ? ഇവിടെ അങ്ങനെ സ്ഥിരമായിട്ട് വരുന്നുണ്ടല്ലേ? സ്ഥിരമായിട്ട് വരുന്നുണ്ട്. എന്തൊക്കെയാ നശിപ്പിക്കുന്ന ആന? ആന നശിപ്പിക്കുന്ന എന്താ, തെങ്ങ് നശിപ്പിക്കുന്നുണ്ട്. ആളെ കിട്ടിയെങ്കിൽ ആളെയും കൊണ്ടുപോകും. ഇങ്ങനെയൊക്കെ തന്നെയാ ഇവിടെ നടക്കുന്നത്. നിങ്ങളപ്പോ ഭയങ്കര പേടിച്ചാണ് ജീവിക്കുന്നത്? പിന്നെ അല്ലാണ്ട് പേടിച്ചിട്ട് ജീവിക്കുന്നത്. അല്ലാണ്ട് രാത്രി വൈകിട്ടൊക്കെ എത്ര മണിയാകുമ്പത്തേക്കൊക്കെ വരും? അവനക്ക് കണക്കൊന്നുമില്ല. അല്ലെങ്കിൽ 6 മണിക്ക് തന്നെ ഇവിടെ വരും, ഇവിടെ കൂടി നടക്കാനും. ആണല്ലേ? ഈ തെങ്ങ് ഇപ്പൊ എന്നാ കളഞ്ഞേ? ഈ തെങ്ങ് മെഞ്ഞാന്ന് കളഞ്ഞാ? ഒരു തെങ്ങ് കളഞ്ഞ കേട്ടോ ആന. കണ്ടോ തെങ്ങ് കിടക്കുന്നുണ്ടോ? മെഞ്ഞാന്നാണ് ഈ തെങ്ങ് കളഞ്ഞത്. മിനിയാന്ന് കളഞ്ഞല്ലേ? അപ്പൊ ഇത് ആരുടെ പറമ്പാ? അത് ജാനുവിന്റെ അല്ലേ?
ഈ തെങ്ങൊന്നും ബാക്കി വെക്കുന്നില്ല അല്ലേ? ഒന്നും ബാക്കി വെക്കുന്നില്ല. നമ്മളിതെല്ലാം പോയി, നമ്മള് പിന്നെ അങ്ങനെ അങ്ങ് ഇതാക്കുന്ന. ഈ ആനേനെ ഇന്നാള് 10-70 ആനേനെ ഓടിച്ചല്ലോ ഇവര് ഫാമിന്റെ. ഓടിച്ചത് ഇവർ തന്നെയാ, ആ ഡ്യൂട്ടിക്കാർ. അല്ല ഓടിച്ചിട്ടും കുറവൊന്നുമില്ല. ഓടിച്ചിട്ട് കുറവൊന്നും. ഓടിച്ച ആന പിന്നെയും വരുന്നുണ്ടല്ലേ? പിന്നെയും വരുന്നുണ്ട്. ഓട്ടിക്കുമ്പോ അങ്ങ് പോവും, പിന്നെയും വരും. കഴിയുമ്പോ പിന്നെയും ഇങ്ങോട്ട് വരും അല്ലെ? പിന്നെ ഇങ്ങോട്ട് വരും. ഫോറസ്റ്റുകാരെന്താ പറഞ്ഞേ? ഫോറസ്റ്റുകാരെന്ത് പറയാനാ, അവരെ കണി കാണുന്നുണ്ടെന്ന് നോക്കണം. രാത്രി ഈ ആനയുള്ളപ്പോ മാത്രം ആന ഇറങ്ങിയെന്ന് പറഞ്ഞോണ്ട് റോഡിൽ കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും പരക്കെ പാറ്റൽ കാണാം. അത്രേ ഉള്ളൂ, അല്ലാണ്ട് ഞമ്മക്കൊരു ഇതുമില്ല. ഈ ബ്ലോക്ക് 11. ആനയുണ്ടെന്ന് പറഞ്ഞ വിളിച്ചാലൊന്നും വരികയല്ല. അവർക്ക് തോന്നിയെങ്കിൽ വരും, അല്ലെങ്കിൽ വരികയില്ല, അത്രേ ഉള്ളൂ. ഇപ്പൊ ഇവിടെ ആരും അങ്ങനെ ഇത്രയും ശല്യം ആയതുകൊണ്ട് ഇപ്പൊ കൃഷി ചെയ്ത് നിർത്തിയോ എല്ലാരും? എല്ലാരും നിർത്തി ആണല്ലേ? എന്തിനാ നിർത്തുന്നു? ഇതെല്ലാം ഇവിടെ ഒരാൾക്ക് എന്തേരം സ്ഥലം വെച്ചാ സർക്കാർ കൊടുത്തേക്കുന്നത്? ഒരേക്കർ സ്ഥലം കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇപ്പൊ കൃഷി ചെയ്താൽ ഒന്നും കിട്ടിയാലെ ഒന്നും ചെയ്യുന്നില്ലല്ലേ? ഒന്നും ചെയ്യുന്നില്ല. ഉള്ളതൊക്കെ ഇങ്ങനെ ആന കളഞ്ഞോണ്ടിരിക്കും. ആന കളഞ്ഞോണ്ടിരിക്കുക, അതുകൊണ്ടൊന്നും ചെയ്യുന്നില്ല. ഇങ്ങനെ തന്നെ പണി ഉണ്ടെങ്കിൽ ഉള്ളവർക്ക്, പണിയുള്ളവർക്ക് പോയി പണി എടുത്തിട്ട് അതിന്റെ ശമ്പളം വാങ്ങാം, അത്രേ ഉള്ളൂ. എല്ലാരും കൂലിപ്പണിക്ക് പോവാ? എല്ലാരും കൂലിപ്പണിക്കാ പോന്നേ, എല്ലാരും കൂലിപ്പണിക്കാ പോന്നേ. പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോ ബുദ്ധിമുട്ടുണ്ടോ? പിന്നെ ബുദ്ധിമുട്ടെന്ന് വെച്ചാല് ബസ് കേടില്ലാത്തപ്പോ ബസ് വരും, അല്ലപ്പോ ഇങ്ങനെ തന്നെ. നമ്മളിപ്പോ 10 രൂപ വരിച്ചാൽ നമ്മൾ പണിക്ക് പോയിട്ട് ഭാഗത്തിന്റെ ആയിട്ട് അതിന് ചികിത്സ. ഇപ്പൊ ഇവിടെ താമസിക്കാൻ പേടിയുണ്ടോ? പേടിയില്ലാണ്ടിരിക്കോ? നിങ്ങൾക്ക് പേടി ഉണ്ടാവില്ലേ? ഞാൻ അതുപോലെ ഞങ്ങൾക്ക് പേടി. അല്ല ചോദിച്ചാ. ഇങ്ങനെ നിങ്ങൾ എത്ര വർഷമായി ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട്? ഞാൻ 10-15 വർഷമായില്ലേ? ഈ 15 വർഷവും ഇത് തന്നെയല്ലോ? ഇതന്നെ. ഒരു പരിഹാരം ഉണ്ടാകുന്നില്ലല്ലേ? ഒന്നും ഉണ്ടാകുന്നില്ല. ഞമ്മക്ക് നഷ്ടമല്ലാണ്ട് അവർക്ക് എന്തെന്നാ? അവർക്കൊന്നും ഇത് നോക്കണ്ട. അവരിത് വന്ന് നോക്കിയിട്ട് അവരെ വണ്ടി കൊണ്ട് വരുമ്പോഴത്തേന് ആനയില്ലെങ്കിൽ മാറി അങ്ങ് പോകും. കൊറേ ആനയുണ്ടല്ലേ? പിന്നെ കൊറേ ആന ഇല്ലാണ്ട് ഇവിടെ വന്നത് ഒരുത്തന്നെ ഉള്ളൂ. എന്നിട്ട് ആ കറണ്ട് കമ്പിന്റെ മോള് വീണപ്പോ മോളില് വീണു. പോസ്റ്റ് പോയോ? പോസ്റ്റ് പോയിട്ടൊന്നുമില്ല. അന്നേരത്തിന് ഇതങ്ങ് താഴായി. താഴായി. അങ്ങനെ എല്ലാം കൊണ്ട് ഇങ്ങനെ നടക്കലന്നെ. ഞാൻ പിന്നെ ആ ഓല ലേശം കൊത്തിയെടുക്കാന്ന് വിചാരിച്ചിട്ട് ഇങ്ങോട്ട് ബൈക്കിൽ കയറി. അവസാനം ഇത് ചൂലാക്കാൻ മാത്രമേ കൊള്ളുള്ളൂ. ഇതേന്നൊരു തേങ്ങ കിട്ടിയിട്ട് തേങ്ങ ഒന്നും ഇല്ല. കുരങ്ങ് കളയായിരിക്കും അല്ലേ? കുരങ്ങുണ്ട്, എല്ലാ മൃഗങ്ങളും ഉണ്ട്. ഈ ഓലയൊക്കെ വെട്ടി അവര് ഈർക്കിളി ആക്കുന്ന രംഗമാണ് നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് ഇവിടുത്തെ സാഹചര്യം കേട്ടോ. ഇതുണ്ടോ തെങ്ങ് കിടക്കുന്നുണ്ടോ? ഇത് ആർളം പുനരധിവാസ മേഖല കേട്ടോ. അതാണ് നമ്മൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ ഒരു കാര്യം. ആർളം പുനരധിവാസ മേഖലയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഈ പറമ്പിൽ ഉണ്ടോ, ഇവിടെ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതൊക്കെ ഓരോ വീടുകളാണ്. ഈ കാണുന്നതൊക്കെ ഓരോ വീടുകളാണ്. ഈ കിടന്നിക്കുന്നതൊക്കെ നമ്മൾ പെട്ടെന്ന് കണ്ടാൽ ഈ തടിയൊക്കെ ഇങ്ങനെ കിടക്കുന്നുണ്ട്. തേക്കിൻ കൂപ്പ് പോലെയൊക്കെ തോന്നും. ഇതൊന്നും അല്ല കേട്ടോ, ഇതൊക്കെ തെങ്ങ് ആന മറിച്ചിട്ടിരിക്കുന്ന കാഴ്ചയാണ് ഈ കണ്ടേക്കുന്നത്. ഇതുണ്ടോ എത്ര തെങ്ങ അവിടെ? 1, 2, 3, 4, 5, 6, 7 അങ്ങ് കിടക്കും കേട്ടോ. അങ്ങ് ദൂരെ വരെ കാണാം നമുക്ക്. ഈ പ്രദേശത്ത് എല്ലായിടത്തും ഇതേ അവസ്ഥ തന്നെയാണ്. ഇതാണ് ഇവിടുത്തെ. ഇതൊക്കെ കുറച്ച് നാൾ മുന്നേ മറിച്ചാണ്, പക്ഷെ തൊട്ടടുത്ത ഇന്നലെ മറിച്ച ഒരു കാഴ്ചയാണ് നമ്മളിപ്പോൾ ആദ്യം കണ്ടത്. ഇതാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. നമ്മളിപ്പോൾ 11ാം ബ്ലോക്കിലാണ് ഉള്ളത്. നമുക്കിനി 13ാം ബ്ലോക്ക് വരെ ഒന്ന് പോയി നോക്കാം. അവിടെയും ഇതുപോലെ കഴിഞ്ഞ ദിവസം ആന ഇറങ്ങി വീടിൻ്റെ മുറ്റത്തുള്ള കുറേ സാധനങ്ങളൊക്കെ കളഞ്ഞിട്ടുണ്ട്. അവിടെ എന്നിട്ട് നമുക്ക് അവിടെയുള്ള ആൾക്കാരോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. നമ്മളിപ്പോൾ ഉള്ളത് ആർളം ഫാമിലെ തന്നെ 13ാം ബ്ലോക്കിലെ കരിക്കിൻമുക്ക് എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ നമുക്ക് കാണാം, ഇതാ ഇത് മൊത്തം ആന കളഞ്ഞല്ലോ. തെങ്ങിൻ്റെ ഓലയും അതുപോലെ തന്നെ വാഴയുടെ ഇല മാത്രമേ കാണാനുള്ളൂ. ഇതാ ഇതൊരു വീടാണ്. ഈ വീടിനോട് ചേർന്നുള്ള ഈ പ്രദേശത്തെ വാഴയും തെങ്ങും മറ്റു സാധനങ്ങളൊക്കെയാണ് ആന കളഞ്ഞിരിക്കുന്നത്. ഇതാണ് അവസ്ഥ കേട്ടോ. നമുക്ക് ഏതായാലും ഈ വീട്ടുകാരോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം.
ചേട്ടന്റെ പേരെങ്ങനെയാ? എന്റെ പേര് കരിക്കനാ. കരിക്കൻ. അപ്പം പിന്നെ ഇവിടെ എന്റെ ഇവിടെ സ്ഥലം അറിവുള്ളത് കരിക്കമുക്കെന്നാ ഇവിടെ പേര്. ആണല്ലേ? ഇത് 13-ാം ബ്ലോക്ക് അല്ലേ? 13. എങ്ങനെയാട്ടെ ഇവിടെ സ്ഥിരം ആനയാണോ? ഇവിടെ സ്ഥിരം എന്ന് പറഞ്ഞാൽ സ്ഥിരം തന്നെ ആന. കാരണം എന്ന് വെച്ചാലുണ്ടല്ലോ, ഇവിടെ ഈ ആന തെളിച്ച് ഇവരെ അങ്ങോട്ടാക്കാൻ പറ്റൂല. അവര് ഇങ്ങനെ അല്ലെങ്കിൽ സോളാറോ അല്ലെങ്കിൽ ഒരു ആന മതിൽ കെട്ടി. ഇത് നമുക്ക് ഈ തൊഴിലുറപ്പ് വക എല്ലാ സ്ഥലത്തും ഒരു സ്ഥലത്തല്ല, നമ്മളെ കേരളം മൊത്തം ചെയ്യാതെ. പക്ഷെ ഇവരെന്താ, ഇവർക്ക് ശമ്പളം കിട്ടിയാൽ മതി. മന്ത്രിക്ക് അവിടെ ഇരുന്നാ മതി. ഇല്ലേ? മന്ത്രിക്ക് അവിടെ ഇരുന്നാ മതി, ഇവർക്ക് ശമ്പളം കിട്ടിയാൽ മതി. അവരെ കുഞ്ഞുമക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് അവര് ജോലി ചെയ്യുന്നത്. നമ്മളെ പോറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് പിന്നെ കൃഷി ഉണ്ടാക്കുന്നത്. എത്ര വർഷം കൃഷി, നമ്മൾ 24 വർഷമായി ഇവിടെ കൃഷി ചെയ്യാൻ തുടങ്ങിയിട്ട്. കപ്പ, ചേമ്പ്, ചേന, പിന്നെ കാച്ചില്, പിന്നെ വള്ളിപ്പയറ്, നിലപ്പയറ്, നിലക്കടല എല്ലാം നമ്മൾ ഇട്ടതാ. അത് അവിടുന്ന് മുതലുള്ള കൃഷി എന്നും പറഞ്ഞാല്, വായ എന്ന് പറഞ്ഞാല് എത്ര വായ എന്ന് പറഞ്ഞാൽ കൊത്തി അവിടെ കൂട്ടിയ ചെയ്തവര്. അന്ന് മുതലുള്ള പിന്നെ ഇത് നമുക്ക് ആനുകൂല്യം പിന്നെ അവര് തരേണ്ടതാണ്. നഷ്ടപരിഹാരം അവര് തരണം. എന്താന്ന് വെച്ചാലുണ്ട്, എനിക്ക് ഒറ്റക്കല്ല പോയത്. ഇവിടെ ഈ ലോകത്ത് മൊത്തം ഉണ്ട്. അതാ വിയറ്റ്നാമിലുണ്ട്. അയാളൊരു 5-10 ലക്ഷം ഉറുപ്പിന്റെ വായ ആന കഴിഞ്ഞ പ്രാവശ്യം നശിപ്പിച്ചു. അപ്പോ അതിന്റെ നഷ്ടപരിഹാരം ഇവരെ കൊടുക്കുന്നില്ല. ഞാൻ അവരോട് പറഞ്ഞു, എനിക്ക് അങ്ങോട്ട് വരാനൊന്നും സമയം കിട്ടുന്നില്ല. നിങ്ങൾ ഇതിന്റെ നഷ്ടപരിഹാരം എനിക്ക് ഇവിടെ കൊണ്ട് തന്നില്ലെങ്കിൽ ഇതിന്റെ കണക്കെടുക്കേണ്ട അധികാരം അവർക്കുണ്ടല്ലോ. അവര് കണ്ടതല്ലേ. പിന്നെ നമ്മൾ അവരെ തോണ്ട പോകേണ്ട ആവശ്യമുണ്ടോ? അപ്പൊ അവരത് ചെയ്യില്ലെങ്കിൽ ഞാൻ പറഞ്ഞു, വണ്ടി ഇതിലേ ഓടുന്നേ. നമ്മൾ ജീവിക്കുന്ന നമ്മളെ മക്കളെ പോറ്റാൻ വേണ്ടിയിട്ടാണ്. എല്ലാവരും സർക്കാർ ജോലിക്കായാലും എന്തായാലും ശരി. പക്ഷെ ഇവര് നോട്ടല്ലേ വരും. ആന അതിലെ വരും. ഒരാൾക്കൊന്നല്ല, ഈ ഫാമിലി മൊത്തം ആൾക്ക് ഇങ്ങനെ തന്നെയാണ്. അത് കുറെ ആൾ വിട്ടുപോയ ആൾക്കാരുണ്ട് ഇവിടെ. നിവൃത്തിയില്ല. നമ്മളെ കയ്യിൽ നിന്നുള്ള വോട്ട് അവരെ കീശയിലായി പോയ പിന്നെ അവരവിടെ തണ്ട് കളിയാ. ഒരാളെ ഞാൻ കുറ്റം പറയുന്നില്ല, എല്ലാരും കണക്കന്നെ. 2 തെങ്ങ് പോയിട്ടുണ്ട്. അല്ലാണ്ട് പിന്നെ വേറെ എന്തെങ്കിലും എല്ലാം പോയിക്കോട്ടെ. അതിനെ കൊണ്ട് നമുക്ക് അതിനെ ഞാൻ മൊത്തം വിട്ടു. ഇവിടെ എത്ര വാഴ ഉണ്ടായിരുന്നു ചേട്ടാ? ഇവിടെ വാഴ കുറെ ഉണ്ടായിരുന്നേ. തെങ്ങ് മൊത്തം തുറന്നു നിന്നല്ലേ? ഇതൊരു കരിക്കമുക്ക എന്നൊരു ഒറ്റൊരു പേരുകൾ. പേരെങ്ങനെയാ? എന്റെ പേര് നങ്ങ്. എങ്ങനെയാ ചേച്ചി ഇവിടെ ഭയങ്കര ആനശല്യാണോ? ഭയങ്കര. അതിന്റെ ഒന്നും ബാക്കിയില്ല. നാളെ അളിയനാ എന്റെ ചേച്ചിന്റെ കുട്ടിയാണ്. എന്നിട്ട് നാളെ വായെല്ലാം തിന്നത്, ആദ്യത്തെ തെങ്ങെല്ലാം മറിച്ചിട്ടത് കണ്ടോ? ഒറ്റ തേങ്ങ പിടിച്ച തെങ്ങ് അത്. എന്നിട്ട് നാളെ ഇതെല്ലാം നശിപ്പിച്ചിട്ട് നാളൊന്നും ചെയ്യുന്നില്ല. ഇന്നെന്താ ചെയ്യാ? വായ വെക്കാനും പറ്റില്ല, ഒന്നും വെക്കാനും ഞങ്ങൾക്ക് പറ്റും. ഇവിടെ രാത്രി മുറ്റത്തൊക്കെ വരും. രാത്രി മുറ്റത്ത് വരെ ഈ വായെല്ലാം വന്ന് പറിച്ചെടുത്തിട്ട് പോകും. കൊല അടക്കം പറിച്ചെടുത്തിട്ട് കൊണ്ടുപോകും. എനിക്കപ്പോ പേടിയാ. പിള്ളേർക്ക് പേടിയാണ്. അവക്ക് പേടി. പിള്ളേരൊക്കെ സ്കൂളിൽ പോകുമ്പോഴും പ്രശ്നമായിരിക്കും. കുട്ടികൾക്കെല്ലാം പഠിക്കാൻ പോകാനെല്ലാം കുട്ടിമുട്ട. എന്താന്ന് വെച്ചാലും ആന ബൈക്കുണ്ടാവും അതിൽ വരുമ്പോ പിന്നെ ഇത്തൾ ഓടി രക്ഷപ്പെടും. ഇവിടെ എത്ര വർഷമായി താമസിക്കാൻ തുടങ്ങിയിട്ട്? ഇവിടെ ഞാൻ ഇപ്പൊ 5 കൊല്ലമായി തോന്നുന്നു വീടെല്ലാം കെട്ടുന്നു. ആദായം ഉണ്ടാക്കി തിന്നാനും പോലും കിട്ടുന്നില്ല. ആനക്ക് തിന്നാനേ ഉള്ളൂ, ഞമ്മക്ക് തിന്നാനില്ല. ഇതല്ല ഇവിടുത്തെ വായെല്ലാം വന്ന് പറിച്ചെടുത്തിട്ട് കൊണ്ടുപോകും. എന്നിട്ട് അങ്ങ് കൊണ്ടുവച്ചിട്ട് തിന്നു. അരവട്ടോട് തിന്നു. പറിച്ചോണ്ട് പോകും. പറിച്ചോണ്ട് പോകും. ചൂടെ പറിച്ചു. എല്ലാ ദിവസവും വരുന്നുണ്ടല്ലേ? എല്ലാ ദിവസം വരും. അതല്ല മിഞ്ഞാൻ വന്ന് പിന്നെ ഞാൻ അളിയന്റെ വായെല്ലാം തിന്നതും. വീടിന്റെ മുകളിലൊക്കെ നമുക്ക് സോളാറിന്റെ പാനൽ കാണാം കേട്ടോ. അപ്പൊ ഞാൻ ഇവിടെ ചോദിച്ചു കഴിഞ്ഞപ്പോ സർക്കാർ സൗജന്യമായിട്ട് വെച്ചു കൊടുത്തിരിക്കുന്ന സോളാറാണ്. അത് ഓഫ് ഗ്രിഡ് സോളാറാണ്. ഇതാ ഇവിടെ നേരെ കറണ്ട് സർക്കാരിലേക്ക് പോകുന്നുണ്ട്. അതിന്റെ സംവിധാനമാണിത്. ഇവിടെയുള്ള ആർളം ഫാമിലെ മിക്ക വീടുകളിലും ഇത് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം അത് ഇങ്ങനെയുള്ള സംഭവമൊക്കെ അടിപൊളിയാണ്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ നല്ലൊരു കാര്യം തന്നെയാണ്. സോളാർ വർക്ക് ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഈ പറഞ്ഞ എന്താ പറയുക, ആൾക്കാർക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാനുള്ള ഒരു സാഹചര്യം കൂടെ ഉണ്ടാക്കണം. കാരണം ഇത്രയും സോളാർ വെച്ച് ഒരു സംവിധാനമൊക്കെ ചെയ്യാമെങ്കിൽ എന്തുകൊണ്ട് ഈ കൃഷി സംരക്ഷിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്
ശരിക്കത്തെ ഒരു ചോദ്യം. ഇതാണ് വീടിനോട് ചേർന്ന് തന്നെയാണ് ഈ സംഭവമൊക്കെ നടന്നിരിക്കുന്നത്. ഇപ്പോൾ അവർ സംസാരിച്ച് കേട്ടല്ല, അതിൽ ആദ്യം സംസാരിച്ച് കേട്ടണ ഇച്ചിരി ഒരു തന്നെയായിരുന്നു എന്നൊരു സംശയമുണ്ട്. ഏതായാലും നമ്മളേതായാലും അധികം അത് എടുക്കാൻ നിന്നില്ല. പുള്ളി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഓവറായി പോകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ മറ്റൊരു നങ്ങാന്ന് പറഞ്ഞ ചേച്ചിയുടെ കാര്യം കൊണ്ട് ഇവിടെ മൊത്തത്തിൽ പ്രശ്നം തന്നെയാണ് കേട്ടോ. അവർ സംസാരിക്കുന്നത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇത് തന്നെയാണ് ഇവിടുത്തെ ഒരു പ്രശ്നം. അപ്പോൾ ആനകളെയൊക്കെ തുരത്തി എന്ന് പറഞ്ഞാലും ആനകളെ ഇവിടുന്ന് തുരത്തി ഓടിച്ച് കയറ്റി വിട്ടതാണ്. അതിൻ്റെ ഒരു എപ്പിസോഡ് നമ്മളും കാണിച്ചതാണ്. പക്ഷേ ഇപ്പോഴും ഇവിടെ ആനശല്യത്തിന് ഒരു കുറവും വന്നിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് ഈ ഒരു കാഴ്ചകളും അതുപോലെ തന്നെ ഇവർ പറയുന്നത് കേൾക്കുമ്പോഴൊക്കെ മനസ്സിലാകുന്നത്. അപ്പോൾ ഏതായാലും എന്താ പറയുക, ഇതിന് മറ്റെന്തെങ്കിലും മാർഗം കണ്ടുപിടിച്ചേ തീരുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന ആനമതിലും സോളാർ ഫെൻസിങ്ങും ഒക്കെ കൃത്യമായിട്ട് പ്രവർത്തിച്ചാൽ ഒരുപക്ഷെ ഇതിനൊരു പരിഹാരമാകാൻ സാധ്യതയുണ്ട്. ഏതായാലും ഇത്രയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കാനുള്ളത്. അപ്പോൾ ഞാൻ ആർളം ഫാമിലെ 13ാം ബ്ലോക്കിൽ നിന്നാണ് സംസാരിക്കുന്നത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം നല്ല എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക് യു.